ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഈ പള്ളിയകത്ത് കയറാനായിട്ട് 2 കിലോമീറ്റർ കൂടുതൽ അവിടുന്ന് ആ സ്ഥലം നോക്കിയോ ആൾക്കാർ ഇവിടെ എല്ലാം ക്യൂ നിൽക്കുകയാണ്. പൈസ കൊടുക്കാൻ വേണം, വെറുതെ കയറ്റത്തില്ല. ഈ ഒരു ട്രാൻസ്പാരൻ്റ് സാധനം ഇട്ടുകൊണ്ട് ഇവർ പള്ളിയിലകത്ത് കയറ്റത്തില്ല, സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. അതിന് ഏതാണ്ട് ബ്യൂട്ടി പാർലറിൽ ഉപയോഗിക്കുന്ന ഏപ്രൺ മാതിരിയുള്ള സാധനം എടുത്ത് കെട്ടുന്നുണ്ട്. മുട്ട് കാണിക്കാൻ പാടില്ല, അഡൽട്ട് ആണെങ്കിൽ സ്ലീവ്ലെസ് ഇടാൻ പാടില്ല. അതെ, ഇത് ഇവിടുന്ന് ചെന്ന് അങ്ങേയറ്റം വരെ ഇനി പോവുകയാണ്. ഇത് കണ്ടോ, അവിടെ നിന്ന് ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. എന്നെ ഇടിച്ചിട്ടുണ്ടല്ലോ സ്ത്രീ. ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ പള്ളിയിൽ കയറാൻ വേണ്ടിയിട്ടാണ്. പള്ളിയുടെ ബാക്ക് സൈഡാണ് നേരത്തെ ഞാൻ എടുത്തിരുന്നത്. ഈ മാതിരിയുള്ള സ്ലീവ്ലെസ് ഒന്നും ഇട്ടുകൊണ്ട് ഇതിനകത്ത് കയറ്റത്തില്ല, സെക്യൂരിറ്റികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നോക്ക്, ഒരു സീ ഓഫ് ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 2-3 ഫർലോങ് ആൾക്കാരുണ്ട് ഇതിവിടെ. പൈസ കൊടുത്തിട്ടേ കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു SZ എഴുതിയ കണക്കൊക്കെയാണ് ഇത് നിൽക്കുന്നത്, ക്യൂവിൽ നിൽക്കുന്നത്. പൈസ കൊടുത്തേ കയറാൻ പാടില്ല. പൈസ കൊടുത്താലേ ഇവിടെ ഒന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു വത്തിക്കാനിൽ സിസ്റ്റൈൻ ചാപ്പൽ കാണാൻ ഇപ്പം മാർപ്പാപ്പനെ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ കണ്ടായിരുന്നല്ലോ, കോൺക്ലേവ്. അപ്പോൾ അതിൽ കയറണമെങ്കിൽ ഇതുപോലെ തന്നെയാണ്. അതൊരു 4 കിലോമീറ്റർ കാണും. ഇതിനകത്ത് ഞാൻ നിങ്ങളൊക്കെ ചിലതൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ആൾക്കാർ ഇങ്ങനെ ലൈനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഒക്കെ ലൈനായിട്ട് വന്ന് നിന്നിട്ട് ഇത് സെക്യൂരിറ്റി എയർപോർട്ടിനകത്ത് കയറുന്ന നമുക്ക് മെറ്റൽ ഡിറ്റക്ടറും കാര്യങ്ങളും, പിന്നെ ലേഡീസ് ബാഗെല്ലാം പരിശോധിക്കും, സ്ത്രീകളെ പരിശോധിക്കും, എല്ലാം ചെയ്യും. അത് നല്ല കാര്യമാണ്. പൈസ വെക്കണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ബാക്കി എല്ലായിടത്തും പൈസ വെച്ചുകൊണ്ടാണ് ആൾക്കാർ പോകുന്നത്. അതാ തറോ ചെക്കിംഗ് ആണ്. കണ്ടല്ലോ, എയർപോർട്ടിൽ പോകുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സംഭവം. അതാ അവർ മുഴുവനും ചെക്ക് ചെയ്ത് പാവങ്ങൾ. നമ്മുടെ സെക്യൂരിറ്റി നോക്കണമല്ലോ. ഇതിനകത്ത് വല്ലതും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു പള്ളി ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കും. ഇവിടെ നിൽക്കുന്ന ഈ ഒരു സ്റ്റാച്യു, മനുഷ്യൻ്റെ ഒരു സ്റ്റാച്യു സാധാരണ മനുഷ്യനേക്കാളും പൊക്കമുള്ളതാണ്. സെക്യൂരിറ്റികൾ സ്റ്റാഫാണ്. ഇത് ഡയോസിസ് എന്നുള്ള സെക്യൂരിറ്റിയാണ്, അല്ലാതെ പോലീസല്ല. പോലീസുകളൊക്കെ വേറെ ഉണ്ട്, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ വിളിക്കും. ഇത് മെയിനാണിത്. എന്താ ഇതല്ലേ മെയിൻ. ഇതും സൈഡാണ്, ഇതും സൈഡാണ്. മെയിൻ ഇതാണ്. ഇത് കാണേണ്ട ഒരു സംഭവമാണ്. അതിൻ്റെ ബാക്ക് സൈഡിലെ സൂര്യനായിട്ടുള്ളൂ. ഇതാണ് മെയിനിൽ ആരെയും കയറ്റുന്നില്ല. ഞാൻ വിചാരിച്ച എന്തായിരിക്കും അവരിങ്ങനെ തുറന്നു വെച്ചതെന്ന്. സെക്യൂരിറ്റികൾ ഓരോരുത്തരെയും ചെക്ക് ചെയ്തിട്ടാണ്. ചെറിയ ബാഗ്, ഒരു വാനിറ്റി ബാഗാണെങ്കിൽ പോലും ചെക്ക് ചെയ്യും. അങ്ങനെ പണ്ട് ചെക്ക് ചെയ്തപ്പോഴല്ല എൻ്റെ അംബ്രല്ല ഇരുന്നപ്പോഴത്തേക്ക് പൂച്ചക്കുട്ടിയെ കൊണ്ട് അകത്ത് കയറാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പം ഇത് കാണിക്കാം. ഇപ്പോൾ ഇവിടെ ആൾക്കാരെ കാണുന്നുണ്ട്. ഇതൊന്ന് ശനിയാഴ്ചയാണല്ലോ, അത് വന്നോളും. ഇങ്ങനെ ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഭാഷയും കേൾക്കാം. ഇതാണ് ആനവാതിൽ. ഈ ആനവാതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാനയുടെ പുറത്ത് ഒരു 2 ആനയും കൂടെ കയറി എന്നാലും ഇത് ഇവിടെ മേളിൽ ടച്ച് ചെയ്യത്തില്ല. അങ്ങനെയാണ് സംഭവം. ഇതാണ് പിന്നെ അത് അങ്ങേയറ്റം ഭയങ്കര വലിയ ഇതാണ്. ഇതൊക്കെ ദൈവം ഇങ്ങനെ എല്ലാവരും പോയിട്ട് വലിയ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് ആൾക്കാർ തൊട്ട് പല പ്രാവശ്യം തൊട്ടിട്ട് അതിൻ്റെ ഒറിജിനൽ ഇതാണ് കാണുന്നത്. ഇത് മുഴുവനും ബിബ്ലിക്കലല്ല. ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഇതിൽ മേളിൽ തൊടുകയാണെങ്കിൽ തന്നെ കണ്ടോ എത്ര നല്ലതായിട്ടാണ്. ഈശോ, ഇത് അവിടെയാണ് സംഭവം. ഇതും ഇങ്ങനെ ഈ മൂക്കിൽ തൊട്ടിട്ട് പോളിഷ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മൂക്കിൽ ഇതാണ് ഒറിജിനൽ മെറ്റൽ. നല്ല രസമല്ലേ? ഇതാണ്ടോ കയ്യിലൊക്കെ പിടിച്ച് നല്ല പോളിഷാക്കി വെച്ചിട്ടുണ്ട്. ഇവരുടെ കാലിൽ പിടിച്ചിട്ട് കാലും പോളിഷാക്കി വെച്ചിട്ടുണ്ട്.
ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് തന്നെ ഒരു വീടിനകത്തോട്ട് കയറുന്ന കണക്കല്ലേ, ഗ്രില്ലും അത് വെച്ചിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതൊക്കെ കാണാനായിട്ട് ഓരോരുത്തർ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ഇവിടെ വന്നിട്ടുണ്ട്. ഓ ജീസസ്. പക്ഷേ അതുപോലെ മുഴുവൻ ചിത്രപ്പണിയാണ്, അതാണ് കാണാനുള്ളത്. ഈ ഭാഗത്ത് ഞാനൊക്കെ കയറുന്നത് ഇതിലെയാണ്. ഇവിടെയും സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഇറങ്ങി വരുന്നത് ആൾക്കാർ ഇതിലെയാണ്. കണ്ട ആൾക്കാർ ഇത് ഇറങ്ങി വരുന്നത് സൈഡിൽ കൂടെയാണ്. ഞാൻ അതിലെ കയറി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുമ്പസാരിക്കാനാണ് പോകേണ്ടത്. അപ്പം ഞാനങ്ങനെ ആ വയലറ്റ് കളറുള്ള അത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഇവരെ കണ്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളിങ്ങനെ എല്ലായിടത്തുമൊക്കെ പോകുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഇവിടെ ജപ്പാൻകാരുടെ വലിയ അതിപ്രസരം. ചേട്ടാ, മനുഷ്യന്മാർ നമ്മളെ വെറുതെ. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 15 മിനിറ്റ് മെട്രോയിൽ ഉണ്ടെങ്കിൽ ഞാനിവിടെ വരും. ഇവിടെ മുഴുവനും ഷോപ്പിംഗ് സെൻ്ററാണ്, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, ടൂറിസ്റ്റ് പർപ്പസാണ് ഇതെല്ലാം മുഴുവനും. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടം തന്നെയാണ് വരാനായിട്ട്. ഇവിടെ ഇങ്ങനെ പ്രോഗ്രാമുകളൊക്കെ നടക്കും. ഏതോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവർ ഈ സ്റ്റേജ് ഒരുക്കുകയാണ്, എന്നിട്ട് അത് അവർ മാറ്റിക്കൊണ്ടുപോകും. വേറെ ആൾക്കാർ ആരെങ്കിലും വരുമ്പോൾ അതും അവർ തന്നെ ഉണ്ടാക്കും. ഇതെല്ലാം വലിയ കൺസ്ട്രക്ഷൻ കമ്പനിക്കാർ പോലെ കണ്ടില്ലേ, അത് മുഴുവനും ഉണ്ട്. അയ്യോടാ, അതേ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാരല്ല, അത് ലഡാക്ക് എന്നുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. ബുദ്ധമതക്കാരുടെ ഒരു പറ്റ അവിടെ നിൽക്കുന്നു. അത് ശരി. അവരും പള്ളിയിലൊക്കെ പോട്ടെ. ഈശ്വരശേ. ഇത് നമ്മുടെ ഒരു കുഞ്ഞൻ ഇവിടെ വന്നിട്ടുണ്ട്, പട്ടി. ഇതൊക്കെയാണ് ഇവിടുത്തെ മനോഹാരിത. പോയി അവിടെ ചെന്ന് ക്യാ ഹാലേ തുസി എന്ന് പറഞ്ഞ് ചോദിച്ചാലോ, അത് പഞ്ചാബിയാണ്. ഇത് ലഡാക്കിൽ നിന്നാണോ നമ്മുടെ വേറെ എവിടെയെങ്കിലും നിന്നാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ബുദ്ധമതക്കാരാണെന്നുള്ളൂ. അപ്പോൾ കുറേ പേർക്ക് അവരുടെ കൂടെ ഒന്ന് ഫോട്ടോയും എടുക്കണം. ആയിക്കോട്ടെ. Excuse me, you are from which part of India? Thailand. Thailand from Thailand. Okay. Buddha, no? Buddhist. Okay. Thank you. No, but from Ladakh also there are people those who are in the same Buddhist religion, no? Ladakh from India. You know Ladakh? Okay. Northern part near to Himalaya. There are the Buddhist monk. Also in Nepal also. Okay, thank you, bye. ബുദ്ധമതക്കാരെ കണ്ടിട്ടൊന്നും മിണ്ടാണ്ടായാലും അങ്ങനെ. തായ്ലൻഡിൽ നിന്നാണ് ഈ പാർട്ടികൾ വരുന്നത്. എല്ലാം അപ്പോൾ ചോദിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാനല്ലേ പാർട്ടി, ചോദിക്കാതിരിക്കുകയല്ലേ. അവർ തായ്ലൻഡിൽ നിന്നാണ്. ആയിക്കോട്ടെ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സംഭവം, ഗലേറിയ എന്ന് പറയും. ഇത് ദുവോമ മീൻസ് കത്തീഡ്രൽ, അതിൻ്റെ അവിടെ ഉള്ളതാണ്. എന്താ മനോഹാരിത അല്ലേ. ഇന്ന് വെയിലുണ്ട്, അതുകൊണ്ട് ഞാനും ഇച്ചിരി എൻജോയ് ചെയ്യുകയാണ്, അത്രേ ഉള്ളൂ. 2 പോലീസുകാർ നടക്കുന്നു. അവന്മാർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തണുപ്പുണ്ട്, 14 ഡിഗ്രി ആയിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. പക്ഷെ ഇപ്പോൾ വെയിലായതുകൊണ്ട് കൂടിയിട്ടുണ്ട്, ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പള്ളി. ഇതിനകം കാണാം ഒരു തൂണ്, ഒരു 5 പേര് ചേർന്ന് നിന്ന് കൈവട്ടം പിടിച്ചാലും എത്തത്തില്ല, അതുപോലുള്ള തൂണുകളകത്ത്. ഞാൻ ഇതിനു മുന്നേ ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു, ഒന്ന് കുമ്പസാരിക്കാൻ പോയതാണ്. അന്നേരം അവരെന്നോട് പറഞ്ഞ് വീഡിയോ എടുക്കരുതെന്ന്. അതാണ് ഉണ്ണി പാല് കുടിക്കുന്ന ആ വീഡിയോ ഈ പള്ളിയകത്തുള്ളതാണ്. ലേശം ഒന്ന് കാണിച്ചിരുന്നു. ഇവിടെ ഏതാണ്ട് പരിപാടി നടക്കാണ്. അതെന്താ, റേഡിയോ ഇറ്റാലിയ ലൈവ് മ്യൂസിക്കാണ്. സ്കൈ മ്യൂസിക്, സ്കൈ ഉണ്ട് ചാനലുകാർ ലൈവ് ചെയ്യുന്നു. രാത്രിയാണ്. ശനിയാഴ്ച രാത്രി അങ്ങനെ പരിപാടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ കസേരകളൊന്നുമില്ല, വെറുതെ നിൽക്കുക. നിങ്ങൾക്കറിയാമല്ലോ മ്യൂസിക്കിൻ്റെ കാര്യം. ഇപ്പം നമ്മുടെ വേടൻ്റെ കാര്യം പറഞ്ഞ നടക്കാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അതാ ഈ പ്രാവുകൾ വരുന്നതാണ്. അത് വരുന്നുണ്ടല്ലോ, അതുങ്ങൾക്ക് നമ്മൾ കയ്യിൽ ഇന്ന് പോലീസ് വിലക്കി കാണും. കയ്യിൽ നമ്മൾ ചോളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് ഇവിടെ നിന്നാൽ ഒരു 20 പ്രാവ് വന്ന്
നമ്മുടെ മേത്ത് കയറിയിരിക്കും. അത് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്ന ഇവിടുന്ന് വെനീസിൽ നിന്നും റോമിൽ നിന്നൊക്കെ അതൊരു വലിയൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇനി വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ഈ ഗലേറിയ എന്ന് പറയുന്നത് മുഴുവനും ഗ്ലാസ് ഡോമാണ് അതിൻ്റേത്. അത് ഭയങ്കര ബ്യൂട്ടിയാണ്. അടിയിൽ കൂടെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒരു വലിയൊരു ഡോമുണ്ട്. ആ ഡോം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നടുക്ക്. അതാ ഇത് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം കണ്ട കയ്യിൽ കയറിയിരിക്കും. അത് കൊടുക്കുന്ന കണ്ട എല്ലാവരും കൂടെ ഓടി വരും. എന്താ കൊച്ചിനതിനെ കണ്ടിട്ട് നിൽക്കണമില്ല. കഴിഞ്ഞു. ഞാൻ ഇനി പോട്ടെ.